ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളെ ചേമ്പില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പും കുമ്പളങ്ങയും ഒക്കെ കൊണ്ട് ഉണ്ടാക്കുന്ന ഒഴിച്ച കറി, ഒരു നല്ലൊരു ഒഴിച്ച കറിയാണ് കേട്ടോ. ലഞ്ചിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒഴിച്ച കറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് അരിഞ്ഞു വെച്ച കുമ്പളങ്ങയല്ലേ, കുമ്പളങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അരിഞ്ഞു വെച്ച ചേമ്പ് ഇട്ടിട്ടുണ്ട്. വൃത്തിയാക്കി ക്ലീനാക്കി. ചേമ്പ് ചിലപ്പോൾ ചൊറിയും കേട്ടോ, അപ്പോൾ അതിനൊക്കെ ശ്രദ്ധിച്ച് വേണം ക്ലീൻ ആക്കാൻ. അങ്ങനെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും കീറിയിട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പും ഇട്ടു. ഇനി അതിലോട്ട് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം നമുക്ക് അധികമൊന്നും വേണ്ട. നമ്മൾ ഇട്ട് കൊടുത്ത പച്ചക്കറിയൊക്കെ അല്ലേ, അതിൻ്റെ ഒപ്പം വെച്ചാൽ മതി കേട്ടോ. അതിൻ്റെ ഒപ്പമായിട്ട് വെള്ളം വെച്ച് നമുക്ക് കുക്കറിൽ ഒരു 4 വിസിൽ വേവിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരപ്പ് തയ്യാറാക്കുക. ഞാൻ മൂരുകറി ആയിട്ടാണ് കേട്ടോ അത് തയ്യാറാക്കുന്നത്. അതിനായിട്ട് തന്നെ ആദ്യം ഒരു ബൗളിലേക്ക് കുറച്ച് തൈര് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലോട്ട് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ചെറുള്ളി, ഒരു 2-3 വെളുത്തുള്ളി, നമ്മൾ നല്ല ജീരകമല്ലേ, ചെറിയ ജീരകം, അതും ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്ത്. പിന്നെ ഈ മാറ്റി വെച്ച തൈരില്ലേ, അത് ഈ തേങ്ങയിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളമൊന്നും ചേർക്കണ്ട. ഈ മോര് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. അത് മോര് അധികം ആകരുത് കേട്ടോ, അപ്പോൾ പിന്നെ തേങ്ങ ശരിക്കും അരിഞ്ഞു കിട്ടൂല. കുക്കർ ഇവിടെ ഒരു 4 വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. ഇനി ആവിയൊക്കെ ഫുള്ള് പോയതിന് ശേഷം അത് തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മളെ പച്ചക്കറിയൊക്കെ ഇവിടെ നല്ലപോലെ വെന്തിട്ടുണ്ട്. കുമ്പളത്തിന് അധികം വേവുണ്ടാവില്ല, പക്ഷെ നമ്മൾ ചേമ്പ് അതിലിട്ടുകൊണ്ട് തന്നെ കുറച്ച് വിസിൽ കൂട്ടിയത് കേട്ടോ, 4 വിസിലാക്കിയത്. കുമ്പള മാത്രമാണെങ്കിൽ 2 വിസിലൊക്കെ മതിയാവും. ഇത് ചേമ്പിട്ടില്ല, അതുകൊണ്ട് 4 വിസിലാക്കി. നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കത്തിച്ച് അതൊന്ന് തിളപ്പിക്കാട്ടോ. ആവി കളയാൻ വെച്ചതുകൊണ്ട് തന്നെ അന്ന് തണുത്ത് പോയിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ച തേങ്ങൻ്റെ അരപ്പില്ലേ, അത് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. അധികം വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, എന്നാൽ കുറച്ച് പറ്റ ലൂസായി പോയാൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ ഈ അരച്ച അരപ്പ് മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ, അതിന് വെള്ളം ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. തേങ്ങ ആയതുകൊണ്ട് തന്നെ നല്ല പോലെ തിളക്കാൻ പാടില്ല കേട്ടോ, പിരിഞ്ഞു പോകും. അപ്പോൾ ഉണ്ടോ, ചെറിയതായിട്ട് തിള വന്നപ്പോൾ ഞാനത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കതിലോട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കിയാണ് മാറ്റി വെക്കേണ്ടത്. ഇനി നമുക്കതിലോട്ടില്ല താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി പാനൊന്ന് നല്ലപോലെ ചൂടാവട്ടെ. ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനത്തെ നാടൻ കറികളൊക്കെ അല്ലേ, അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കണം കേട്ടോ. താളിക്കാനൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിക്കണം, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മൾ വറ്റൽമുളകില്ലേ, വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. അപ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഓപ്ഷണലാണ്, വേണ്ടവർക്ക് ചേർക്കുക. എനിക്കിഷ്ടമാണ് കേട്ടോ വറ്റൽമുളക് ഇതിൽ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വറ്റൽമുളകൊക്കെ ചേർത്തിട്ടുണ്ട്. വറ്റൽമുളകും ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ ചൂടാക്കിയിട്ട് നമ്മളെ ഈ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇനി താളിച്ചൊഴിച്ച് കുറച്ച് നേരം വെച്ചതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക കേട്ടോ. നമ്മളെ താളിച്ചിൻ്റെ സ്മെല്ലൊക്കെ അതിലോട്ട് ഇറങ്ങട്ടെ. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമ്മൾ ഊണിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണിത്. പിന്നെ അതിൽ ചേമ്പൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. മോരുകറി ഇങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും ഷെയറും കൂടി ചെയ്യണം കേട്ടോ.